ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ അമ്പലവും അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട കുറേയധികം വിശേഷങ്ങളാണ് കാണാനായിട്ട് പോകുന്നത്. സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ അമ്പലമുകളിലുള്ള പുലിയാമ്പള്ളിമുകളാണ് കേട്ടോ. അമ്പലത്തിൻ്റെ പേര് പുലിയാമ്പള്ളിമുകൾ നമ്പൂരിശൻ നട എന്നാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്പൂരിശനും അതുപോലെ തന്നെ ഭദ്രകാളിയും സർപ്പങ്ങളാണ് കേട്ടോ. അപ്പോൾ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമായിരുന്നു. പ്രതിഷ്ഠാ ദിന മഹോത്സവം കൂടെ കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പൂജകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത് കാണുന്നതെന്ന് പറയുന്നത് 3-ാമത്തെ ദിവസം മുതലുള്ള കാഴ്ചകളാണ് കേട്ടോ. ഉത്സവം തുടങ്ങി 3-ാമത്തെ ദിവസം മുതലുള്ളത്. ഇതെന്ന് പറയുന്നത് രഥം അണിയിച്ചൊരുക്കുന്നതാണ് കേട്ടോ. ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. നമ്പൂരിശനും അതുപോലെ തന്നെ ഭദ്രകാളിയുമാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ ജംഗ്ഷനിൽ നിന്ന്, അതായത് കുഴിക്കാടെന്ന് പറയും, കുഴിക്കാടിൽ നിന്ന് വാദ്യമേളങ്ങളോട് കൂടിയിട്ട്, താലവും അതുപോലെ വാദ്യമേളങ്ങളോടും കൂടിയിട്ട് എഴുന്നള്ളിച്ച് അമ്പലത്തിലോട്ട് കൊണ്ടുവരുന്ന കുറേ കാര്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ രഥം ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. ഇവിടുന്ന് നേരെ ജംഗ്ഷനിലോട്ടാണ് ഈ ഒരു രഥം കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ചെണ്ടമേളങ്ങളും വാദ്യങ്ങളൊക്കെ ആയിട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത്. ഈ കാണുന്നെന്ന് പറയുന്നത് ആ ഒരു രഥം ജംഗ്ഷനിലോട്ട് പോകുന്ന കാഴ്ചയാണ്. ഇതാണ് ജംഗ്ഷൻ വരുന്നത്. ഇവിടെ നിന്നാണ് വാദ്യമേളങ്ങളും താലവും എല്ലാം ആയിട്ട് ആ ഒരു വിഗ്രഹം നമ്മൾ ആനയിച്ചുകൊണ്ട് വരുന്നതാണ് അമ്പലത്തിലേക്ക്. വിഗ്രഹം ഘോഷയാത്രയോടുകൂടി അമ്പലത്തിൽ കൊണ്ടുവന്നു. ഇത് 4-ാമത്തെ ദിവസത്തെ കാഴ്ചകളാണ്. ഉത്സവം തുടങ്ങിയിട്ടുള്ള 4-ാമത്തെ ദിവസം. ഇതെന്ന് പറയുന്നത് താഴികക്കുടം പ്രതിഷ്ഠിക്കാനായിട്ട് പോകുന്നതാണ്. ഭദ്രകാളിക്കും അതുപോലെ തന്നെ നമ്പൂരിശൻ്റെയും താഴികക്കുട പ്രതിഷ്ഠയാണ് ഇനി കാണുന്നത്.
താഴികക്കുടം പ്രതിഷ്ഠിക്കുന്ന ആ ഒരു ടൈമിൽ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നതാണ് കേട്ടോ ആ മുകളിൽ കാണുന്നത്. 2 പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു താഴികക്കുടം പ്രതിഷ്ഠിക്കുന്നത് കാണാനായിട്ട് മുകളിൽ ഇവിടുത്തെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് താഴെയിൽ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു താഴികക്കുടം പ്രതിഷ്ഠ തന്നെ ഏകദേശം ഒരുപാട് ലെങ്ത്തുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാം കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരിക്കുന്നത്. 3 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഭദ്രകാളിയുടെയും അതുപോലെ തന്നെ നമ്പൂരിശൻ്റെയും താഴികക്കുട പ്രതിഷ്ഠയെല്ലാം ഭംഗിയായിട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ദിവസം, അതായത് 5ാമത്തെ ദിവസത്തെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണുന്നത്. ആ ഒരു വിഗ്രഹമെല്ലാം നമ്മൾ ഘോഷയാത്രയോടുകൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ പ്രതിഷ്ഠയായിരുന്നു ഇതെന്ന് പറയുന്നത് ടൈം വരുന്നത് 11:20-നും 12:50-നും ആയിരുന്നു കേട്ടോ. ഭദ്രകാളിയുടെയും അതുപോലെ തന്നെ നമ്പൂരിശൻ്റെയും പ്രതിഷ്ഠ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നിന്ന് പ്രാർത്ഥനാപൂർവ്വം നിൽക്കുന്ന കുറേ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന് ശേഷം അന്നദാനം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വൈകിട്ട് താലം ഘോഷയാത്ര, പിന്നെ അത് കഴിഞ്ഞിട്ട് നാടൻപാട്ട്, അങ്ങനെ കുറേ പരിപാടിയും കാര്യങ്ങളെല്ലാം ഈ ഒരു ലാസ്റ്റ് ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് സർപ്പങ്ങളുടെ അടുത്ത് പൂജയാണ് ഈ കാണുന്നത്. ഈ ഒരു ഭാഗത്ത് അന്നദാനത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം പാത്രത്തിലാക്കി എടുത്ത് വയ്ക്കുകയാണ്. പ്രതിഷ്ഠാ കാര്യങ്ങളെല്ലാം അവിടെ കഴിഞ്ഞതിന് ശേഷം പൂജാരി ഇവിടെ വന്ന് പുഷ്പങ്ങളെല്ലാം ആ ചോറിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അതിന് ശേഷമായിരിക്കും അന്നദാനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഇവിടെ പാത്രത്തിലേക്ക് ആക്കി എടുത്ത് വയ്ക്കുകയാണ്. നടത്തുമ്പോഴാണ് അന്നദാനം മഹാദാനാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പ്രസാദം സ്വീകരിച്ച് പോകാവൂ. പിള്ളേർക്ക് ആരും കൊണ്ടുകൊടുക്കാനുള്ള പരബ്രഹ്മരൂപാ ജഗദീശ്വര അലിവോടെ നിന്നാമം വാഴ്ത്തുമി ഭക്തരെ അനുഗ്രഹിക്കണമേ നമ്പൂരീശ. അലിവോടെ നിന്നാമം വാഴ്ത്തുമി ഭക്തരെ അനുഗ്രഹിക്കണമേ നമ്പൂരീശ. പുലിയാം വെള്ളിക്കാവിൽ വാഴും പരബ്രഹ്മരൂപാ
പുലിയാമ്പിള്ളിക്കാവിൽ വാഴും പരബ്രഹ്മരൂപാ ജഗദീശ്വരാ. അന്നദാനം എല്ലാം കഴിഞ്ഞു. ഇതിപ്പോൾ വൈകുന്നേരത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. താലങ്കോഷയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വീടാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് താലം ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അഷ്ടമംഗലം എടുക്കുന്നത് ഞാനാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചേച്ചി, അതായത് നാത്തൂനും എടുക്കുന്നുണ്ട്. അത് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടാണ് അങ്ങനത്തെ സംഭവം എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും വന്ന്, ഞങ്ങളുടെ വീട്ടിൽ മുറ്റത്ത് എല്ലാവരും വന്ന് നിരന്നെല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ അഷ്ടമംഗലം ഞാൻ ഏറ്റുവാങ്ങുന്നതാണ് ഈ കാണുന്നത്. വീട്ടിൽ നിന്ന് അമ്പലത്തിലോട്ട് വളരെ കുറച്ച് ദൂരം മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയുടെ ഒക്കെ അടുത്തായിട്ടുണ്ട്. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ദൂരം മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ അഷ്ടമംഗലം എടുത്തിട്ട് ഇറങ്ങുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. പിന്നെ ഇത് ചേച്ചിയാണ്, അതായത് നാത്തൂനാണ്. ചേച്ചി ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുള്ള താലമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അമ്പലത്തിൽ താരമെല്ലാം വന്ന് കയറിയിട്ടുണ്ടായിരുന്നപ്പോൾ 1-2 പേരൊക്കെ കിടന്ന് ഇങ്ങനെ ആടണോലൊക്കെ കിടന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും, ബാക്കിയുള്ള എല്ലാവരും വന്നത് ഇങ്ങനെ താലമൊക്കെ അവിടെ പാത്രം വെച്ചിട്ടുണ്ട്. അതൊക്കെ പൂവും അരിയൊക്കെ മാറ്റിടാനായിട്ട് പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പുറത്ത് വെടിക്കെട്ടും അങ്ങനെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിന് ശേഷം നടന്നിട്ടുണ്ടായിരുന്ന നാടൻപാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് ഈ കാണുന്നത്.